ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അടിപൊളിയായിട്ടൊരു ചക്ക വരട്ടി ഉണ്ടാക്കാം. അതിലേക്കുള്ള ചക്കയാണ്, നല്ല വരിക്കച്ചക്കയാണ്, നല്ല മധുരമുണ്ട്. നല്ലൊരു മധുരമുള്ള വരിക്കച്ചക്കയാണ്. ഇതെടുത്തിട്ടാണ് ഇന്ന് ചക്ക വരട്ടി ഉണ്ടാക്കുന്നത്. അതിനിത് നന്നായിട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ട് എടുക്കട്ടെ. ചക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. ഇതിനി നന്നായിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒന്ന് വരട്ടിയെടുക്കാൻ ഒരു പ്രയാസമില്ലാണ്ട് വേഗം കഴിയും. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ചട്ടിയിലേക്ക് ശർക്കര ഇടുക, പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇത് ഒരു 2-3 മാസം വരെ നമുക്ക് കേടുകൂടാണ്ട് സൂക്ഷിക്കുക. അതിലും കൂടുതൽ സൂക്ഷിക്കുക. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇതുപോലെ ഉണ്ടാവും. വെള്ളമൊന്നും ആവാതെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനും അട ചുടാനൊക്കെ നന്നായിട്ട് നല്ലതാണ്. പിന്നെ വെറുതെ എടുത്ത് കോരി കഴിക്കാനും നല്ലതാണ്. പഴുത്ത ചക്ക കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. നന്നായിട്ട് വേവിക്കുക. അന്നേരം പണി കുറച്ച് കുറഞ്ഞ് കിട്ടും. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക. കുക്കർ അടയ്ക്കുക. വേവിച്ച് വെച്ച ചക്ക എടുത്തിട്ട് നമുക്ക് വരട്ടാം. അതിന് ഞാനിവിടെ വെക്കുന്നത് ചട്ടിയാണ്. ചട്ടിയിലാണ് വരട്ടിയെടുക്കുന്നത്. കത്തിക്കണം. കുറച്ച് നല്ലോണം നെയ്യ് ഒഴിക്കണം. അടിയിൽ പിടിക്കാണ്ട് നോക്കണം. നെയ്യ് നന്നാക്കി ഒഴിക്കുക. 2 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടഞ്ഞെടുത്ത് ഒരുക്കിയെടുത്ത നെയ്യാണ്. ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ്. നല്ല പശുമ്പാൽ വാങ്ങിക്കാൻ കിട്ടും. ചട്ടിയിലൊന്ന് പെരണ്ട് വരണം. അതായത് മൂട്ട് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചട്ടിയിൽ പിടിക്കരുത്. ഈ ചക്ക ഞാൻ ചട്ടിയിലേക്ക് ഇടണേ. അതിലേക്ക് ഒരു 3 ആണി ശർക്കരയും കൂടെ ഇട്ടു. പിന്നെ കുറച്ച് ഏലക്കായ 4-5 ഏലക്കായ എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അത് അവസാനം ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മൂട്ടിൽ അടിയിൽ പിടിച്ചു പോകരുത്. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കുറേ നേരം കുറച്ചൊന്ന് നന്നായിട്ട് ചൂടായിട്ട് കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന വേണം. ആദ്യം നല്ലോണം വേവിച്ചാൽ മതി. നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് വരണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കുക. ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഏലക്കായും കൂടെ ഇതിലേക്കിടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അടിപൊളി ചക്ക വരട്ടി റെഡിയായി. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നല്ല കുപ്പിയിൽ ആക്കി വെക്കുക. കുറേ കാലം ഉപയോഗിക്കുക. പിന്നെ ചക്ക കിട്ടുന്നതനുസരിച്ച് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുറേ അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതൊന്നും കൂടെ ചൂടാറുമ്പോൾ ഒന്നും കൂടെ നല്ല ഇതായത് ചൂടോട് കൂടെ ചൂടാറിയതാണ്. പക്ഷെ ഞാൻ നോക്കട്ടെ. അടിപൊളിയാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.